എൻ്റെ നാട് അരശുമൂട് മുതൽ കുഴിവിള വരെ എന്ന എൻ്റെ ഒരു ചെറു പഠനത്തിൻ്റെ കുറച്ച് വീഡിയോസിലേക്കാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇത് നമ്മുടെ നാടിൻ്റെ അവസ്ഥയാണ്. ആദ്യമായി തന്നെ നമ്മുടെ കഴിഞ്ഞ മഴക്കാലത്തെ കുറച്ച് ദൃശ്യങ്ങൾ കാണാം. നമുക്ക് നമ്മുടെ നാട് എങ്ങനെയായിരുന്നു, പണ്ടത്തെ നമ്മുടെ നാടിൻ്റെ മുഖച്ഛായയിലേക്ക് ഒരു എത്തിനോട്ടം. എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രം കണ്ടിരുന്ന നമ്മുടെ നാട്, കൈത്തോടുകളും നെൽപ്പാടങ്ങളുമായിട്ട് വളരെ മനോഹരമായിരുന്ന നമ്മുടെ നാട്ടിലേക്ക് വികസനം വന്നപ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിച്ചു, നാടിൻ്റെ മുഖച്ഛായ മാറും എന്നുള്ളൊരൊറ്റ പ്രതീക്ഷയിൽ നമ്മൾ ഓരോരുത്തരും വളരെ പ്രതീക്ഷയോടെ ആ വികസനത്തെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. പക്ഷേ ആ വികസനം കൊണ്ട് നമ്മുടെ നാടിനുണ്ടായത് ദുരവസ്ഥ തന്നെയാണ്. ആ ദുരവസ്ഥയുടെ കാരണങ്ങൾ എന്താണ് അതിനുള്ള പരിഹാരം? ഇനി നമുക്ക് നമ്മുടെ ഈ ദുരവസ്ഥ മാറുക. ഒരു മഴ പെയ്താൽ പോലും എന്തുകൊണ്ടാണ് ഇത്ര ഭീകരമായ രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്? ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ബാക്കി എന്ന പോലെയാണ് ഞാൻ ഈ വീഡിയോസ് ഇപ്പോൾ ഉൾപ്പെടുത്തുന്നത്. ഇതാ കണ്ടില്ലേ, ഒരു പ്രദേശമാകെ വെള്ളത്തിനടിയിലാവുകയാണ് ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ. സോ ഇതെന്തുകൊണ്ടാണ്? ഇത് നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പണികൾ കൃത്യമായ ടൈമിൽ പൂർത്തീകരിക്കപ്പെടാത്തത് കൊണ്ടാണോ? സത്യം പറയാലോ, ഞാൻ ഈ വോയിസ് ഇടുന്ന ടൈമിൽ പുറത്ത് നല്ല മഴയാണ്. ഈ ഒരു മഴ കഴിയുമ്പോൾ നാളെ ഇനി എന്താകും എൻ്റെ നാടിൻ്റെ അവസ്ഥ എന്നുള്ള ഭീതി എന്നെപ്പോലെ നിങ്ങൾ ഓരോരുത്തർക്കും കാണാം. ഓക്കെ, ഈ വീഡിയോയിൽ തന്നെ ഒരാൾ പൊക്കത്തിന് വരെ വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് നിൽപ്പുണ്ട്. സോ ഈ വെള്ളത്തിന് പോകാനുള്ള ഇടമില്ലാത്തത് കൊണ്ടാണോ ഈ വെള്ളക്കെട്ടുണ്ടാകുന്നത്? അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടത്, ഇനിയൊരു മഴ പെയ്താൽ, ഇപ്പം മഴ പെയ്യുന്നുണ്ട്. സോ ഇനിയൊരു മഴക്കാലം വന്നു എന്ന് തന്നെ പറയാം. ഇനിയൊരു മഴക്കാല സമയത്ത് വെള്ളക്കെട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള കുറച്ച് പ്രദേശങ്ങളും അതിൻ്റെ സാധ്യതകളുമാണ് ഞാനിനി തുടർ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. ഇത് ഊരുട്ടുപറമ്പ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള വഴിയാണ്. ഈ കാണുന്നത് നമ്മുടെ മുത്തൂറ്റിക്കര ഭാഗത്ത് ആ ആർടെക്കിൻ്റെ ഫ്ലാറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള വെള്ളം പോകുന്ന വഴിയാണ്. ഈ കാണുന്നത് നമ്മുടെ ഇൻഫോസിസിൻ്റെ ബാക്ക് ഗേറ്റിന് അടുത്തായിട്ടുള്ള വഴി. അതായത് നമ്മുടെ ആ ഇൻഫോസിസിൻ്റെ ബാക്ക് ഗേറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇപ്പോൾ ഒരു കുളം നവീകരിച്ചിട്ടുണ്ട്. ആ കുളത്തിൽ നിന്നും വെള്ളം പോകുന്ന ഭാഗമാണ്. അപ്പോൾ അവിടുത്തെ ഓവെന്ന് പറയുന്നത് ചെറിയൊരു പൊത്തൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അവിടെ വെള്ളം പോവാതെ അടഞ്ഞു കിടപ്പുണ്ട്. പകുതി കൂടുതൽ ആ ഹോൾ അടഞ്ഞു കിടക്കുവാണ്. ഇതാണ് ആ കുളം എന്ന് പറഞ്ഞത്. ആ നവീകരിച്ചിരിക്കുന്ന കുളത്തിൽ നിന്ന് വേസ്റ്റ് വെള്ളം പുറത്തേക്ക് പോകുന്നതിനുള്ള ഓവുചാലാണ് കാണുന്നത്. ആ ഓവുചാലിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിൻ്റെ സ്വകാര്യ വ്യക്തിയുടെ വീടിനകത്തു നിന്നുള്ള വെള്ളം പോകാനുള്ള പൈപ്പും ഈ ഒരു ഓവുചാലിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കാണുന്നത് നമ്മുടെ ഇലഞ്ഞിളാം ഭാഗത്തു നിന്നും വരുന്ന ആ ഒരു ചെറിയ ചാനലാണ്. അവിടെ നിന്ന് കനാൽ വന്ന് നമ്മുടെ യു എസ് ടിയുടെ അല്ല ഇൻഫോസിസിൻ്റെ ക്യാമ്പസിലേക്ക് വരുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ വച്ചിരുന്ന ആ ഒരു ഓവ് അടഞ്ഞു കിടക്കുന്നതായിട്ടാണ് ഇപ്പം കാണുന്നത്. അവിടെ നിന്ന് വെള്ളം പോകാനായിട്ട് മാർഗ്ഗമില്ല. അവിടെ വരുന്ന വെള്ളം കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഈ കാണുന്നത് നമ്മുടെ ഇലഞ്ഞിളാം ഭാഗത്തു നിന്ന് വരുന്ന വെള്ളമാണ്.
ഇലഞ്ഞിലാകത്ത് ആ മോഹനൻ മാമൻ്റെ കട ഉണ്ടായിരുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് വരുന്ന ഭാഗമാണ്. അവിടുത്തെ കനാലുണ്ട്, പക്ഷേ കനാൽ വളരെ വീതി കുറഞ്ഞ രീതിയിൽ കാണപ്പെടുന്നു. കാട് മൂടിയും ചെളി കയറിയും കുറേ ഭാഗം, അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം അടഞ്ഞു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. നമ്മുടെ കുഴിവിളാകം ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തു നിന്നൊക്കെ ഉള്ള വെള്ളം മുഴുവനായിട്ടും ഒഴുകി ഈ ഭാഗത്തൂടെയും നമ്മുടെ ചുമട് താങ്ങിയുടെ ആ ഭാഗത്തുള്ള കനാലിലൂടെയുമാണ് അത് ശരിക്കും നമ്മുടെ USGയുടെ ആ ഒരു ഭാഗത്തേക്ക് എത്തുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പണ്ട് ചീർപ്പിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്ന ഭാഗമാണ്. അതായത് നമ്മുടെ കപ്പലണ്ടി മുക്കിൻ്റെ ആ ഒരു ഭാഗം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ USGയുടെ മതിലിനോട് ചേർന്ന് തറ മട്ടത്തിൽ, അതായത് നമ്മുടെ പണ്ടത്തെ പണയുടെ മട്ടത്തിൽ ചെറിയ ചെറിയ ഹോളുകൾ മാത്രമേ കാണാനുള്ളൂ. ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് ശോഭന എന്ന് പറയുന്ന വ്യക്തിയുടെ പറമ്പിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ എല്ലാം കാട് മൂടി കിടക്കുകയാണ്. ഇവിടെ ഒരു വഴിയായിരുന്നു, പക്ഷേ ഈ ഭാഗം എല്ലാം കാട് മൂടി കയറി കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എങ്ങും വെള്ളം പോകാനായിട്ടുള്ള ഒരു മെഷറും ഇല്ല. USGയുടെ ക്യാമ്പസിലേക്ക് വെള്ളം പോകാനായിട്ട് ചെറിയ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതുവഴി എത്രത്തോളം വെള്ളം അതിനുള്ളിലേക്ക് പോകുമെന്നുള്ളത് ഈ പൈപ്പിൻ്റെ അളവ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഈ പറയുന്ന പൈപ്പുകളിൽ മിക്കതും ചെളി മൂടി അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. ചെളിയും കരിയിലയും ഒക്കെ കയറി അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഈ പൈപ്പ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 4 ഇഞ്ച് പൈപ്പാണ്. ഏകദേശം ഒരു 10 അടിയോളം ദൂരത്തിൽ 4 ഇഞ്ച് പൈപ്പുകൾ അവിടെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ വെള്ളം അകത്തേക്കാണോ പോകുന്നത്, അതേ അകത്തുനിന്നുള്ള വെള്ളം, ക്യാമ്പസിനകത്തു നിന്നുള്ള വെള്ളം പുറത്തേക്കാണോ വരുന്നതെന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു സംശയം തോന്നുന്നതാണ്. കാര്യം USGയുടെ അകത്തുള്ള ഭാഗവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ബിവറേജസ് ഇരുന്നതിന് ഓപ്പോസിറ്റ് വരുന്ന റോഡാണ്. അകത്തേക്ക് കയറി വരുമ്പോൾ വരുന്ന ഭാഗമാണ്. USGയുടെ ബാക്കിലേക്ക് വെള്ളം പോകാനായിട്ട്, അതായത് USGയുടെ ബാക്ക് സൈഡിലാണ് ഈ പോർഷൻ വരുന്നത്. അവിടേക്ക് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു കലുങ്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടവും ചെളി മൂടി വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ പറയുന്ന ഭാഗം എല്ലാം തന്നെ ഏകദേശം 1/4 ഭാഗവും വീടിൻ്റെ ഉള്ളിൽ വരെ വെള്ളം കയറുന്ന രീതിയിൽ, വീടിൻ്റെ ഉൾഭാഗത്ത് വരെ വെള്ളം നിറയുന്ന രീതിയിൽ കഴിഞ്ഞ മഴ സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടായ ഭാഗങ്ങളാണ്. നമ്മുടെ തെറ്റിയാറ് കര കവിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം വെള്ളം വീടുകളിലേക്ക് കയറി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഏകദേശം 2 നില വീടിൻ്റെ 1ാമത്തെ നിലയുടെ സൺഷെയ്ഡിൻ്റെ ഭാഗത്തോളം വരെ വെള്ളം നിറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ കണ്ടത്. ഇത് നമ്മുടെ കുഴിവിളാകത്ത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ്. ഈ റോഡിൻ്റെ മിഡിലെല്ലാം പിറ്റുകൾ ഉണ്ടാക്കി അത് അഴി കൊണ്ട് മൂടിയിട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത്രയും വേനൽക്കാലമായിട്ട് കൂടി ഈ പിറ്റുകളിലെല്ലാം തന്നെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുളത്തൂർ മൂന്നാറ്റുമുക്ക് പാലത്തിൻ്റെ അവിടെയാണ്. 3 ആറുകളുടെ സംഗമം, അതായത് നമ്മുടെ തെറ്റിയാറ് തന്നെയാണ്, പക്ഷേ ഇവിടെ 3 ആറുകളുടെ സംഗമമുള്ള ഒരു ഭാഗമാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്. വെള്ളമെല്ലാം ജലം ഫുള്ളും മലിനമായിട്ട് കിടപ്പുണ്ട്. സോ നമ്മൾ കഴിഞ്ഞ മഴക്കാലത്ത് ചാഞ്ഞു നിൽക്കുന്ന ഒരു മരത്തെ കണ്ടു. ഇപ്പോൾ അത് പൂർണ്ണമായും കടപുഴകി ആ വെള്ളത്തിൻ്റെ മേലെ വന്നിട്ടുണ്ട്. സോ ഇവിടെയും വെള്ളം വന്ന് തിങ്ങി നിറഞ്ഞാൽ പോകാനുള്ള ഒരു വഴി പോലും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെയും വെള്ളപ്പൊക്ക സാധ്യത പറയുന്ന 2ാമത്തെ പ്രദേശം ഇവിടെയാണ്. കണ്ടില്ലേ നമ്മുടെ ആ ഒരു വെള്ളത്തിൻ്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ, എന്തുമാത്രം മലിനമാണ് ആ ജലം. ഞാനിപ്പോൾ നിൽക്കുന്നത് മുത്തുറ്റിക്കര ജംഗ്ഷനിലാണ്. നമ്മുടെ പുല്ലുകാട് ഭാഗത്തുനിന്നും കിഴക്കങ്കര ഭാഗത്തുനിന്നും മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം നേരെ ഒഴുകിയെത്തുന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് ഈ ഒരു ചാലാണ്. പക്ഷേ ഈ ഒരു ചാൽ അടഞ്ഞ അവസ്ഥയിലായതുകൊണ്ട് തന്നെ വെള്ളം ഇവിടെ വന്ന് കെട്ടി നിന്ന് വീണ്ടും വെള്ളപ്പൊക്ക സാധ്യത ഉണ്ടാവുന്ന 3ാമത്തെ പ്രദേശമാണ് നമ്മുടെ ഈ മുത്തുറ്റിക്കരയിൽ. നമ്മുടെ മുത്തുറ്റിക്കര ഭാഗത്ത് തന്നെയുള്ള മറ്റൊരു കുളത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സോ ഇതിൽ നമ്മുടെ ആ ഒരു ഇൻഫോസിസിൻ്റെ അടിഭാഗത്തു നിന്നുള്ള വെള്ളം വന്ന് ചേരുന്ന ഒരു കുളം കൂടിയാണിത്. ഓക്കെ, ഇവിടെയും കഴിഞ്ഞ മഴക്കാലത്ത് നല്ല രീതിയിൽ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. സോ ഇനിയൊരു മഴ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെയാവും അവസ്ഥയും.
അപ്പോൾ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ ഈ വെള്ളം ഒഴുകി പോകാനായിട്ട് സഹായിക്കുന്ന ചാലാണ്. ഇപ്പോൾ ആ ചാല് ഏകദേശം നന്നായി അടഞ്ഞ അതേ അവസ്ഥയിൽ തന്നെയാണ്. സോ ആ ചാലിപ്പോൾ കാണാം. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നതാണ് ആ ചാല്. അപ്പോൾ ഒരുപാട് വെള്ളം തെങ്ങി നിന്ന് കഴിഞ്ഞാൽ അതിന് ഒഴുകി പോകാനുള്ള ഒരു സ്പേസ് പോലും ഇവിടെ കാണുന്നില്ല. ഈ പ്രദേശമാകെ വെള്ളം കൊണ്ട് നിറഞ്ഞ് വളരെ വളരെ അതിശക്തമായ വെള്ളപ്പൊക്കം കണ്ട ഒരു സ്ഥലമാണ് ഇവിടെ. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ വാഴപ്പണ മുത്തുറ്റിക്കര പ്രദേശത്തുള്ള മറ്റൊരു കുളത്തിൻ്റെ അടുത്താണ്. സോ ആ കുളത്തിൻ്റെ അവസ്ഥ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം മലിനപ്പെട്ടാണ് ആ ഒരു കുളം കിടക്കുന്നതെന്ന്. അപ്പോൾ ഈ കുളത്തിൽ മഴ പെയ്ത് വെള്ളം കയറി വന്നാൽ ഈ മലിനജലമായിരിക്കും നമ്മുടെ ആ റോഡുകളിലേക്ക് എത്തുക. ഓക്കെ, മഴക്കാലത്ത് ഇവിടെയും ഈ ഒരു കുളം നിറഞ്ഞ് നമ്മുടെ ആ റോഡ് ഭാഗത്ത് നല്ല രീതിയിൽ, അതായത് ഒരാൾ പൊക്കത്തിന് വരെ വെള്ളപ്പൊക്കമുണ്ടായ മറ്റൊരു ഏരിയയാണ് മറ്റൊരു പ്രദേശമാണിത്. ബാക്കി ഇതിൻ്റെ ആ ഒരു ചാല് പോകുന്ന വഴി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. നേരത്തെ കാണിച്ച ആ ഒരു കുളത്തിൻ്റെ ആ ഒരു കാണുന്നത് ഈ വെള്ളം ഈ ഒരു കലിങ്കിലൂടെ സഞ്ചരിച്ച് നമ്മുടെ UST ഗ്ലോബൽ ഭാഗത്തേക്കാണ് പോവേണ്ടത്. പക്ഷേ ഇപ്പോൾ ആ ഒരു കലുങ്കുകളെല്ലാം തന്നെ മാലിന്യങ്ങൾ കൊണ്ടും ഒക്കെ അടഞ്ഞ അവസ്ഥയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ആ ഒരു പ്രദേശത്തെ കുളം എന്ന് പറയുന്നത് വാഴപ്പണ ഭാഗത്തുള്ള രണ്ടാമത്തെ കുളമാണ് നമ്മൾ കണ്ടത്. ഈ റോഡാകെ ആ ഒരു ടൈമിൽ മഴ സമയത്ത് ഒരാൾ പൊക്കത്തിന് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കരിമണലിൽ സീവേജ് പദ്ധതിയുടെ ഭാഗമായിട്ട് പണി നടക്കുന്ന പ്രദേശത്താണ്. സോ പണി എത്രത്തോളം വേഗതയിലാണെന്നുള്ളത് ഈ ഒരു അവസ്ഥ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലേ. മഴ സമയത്ത് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്ക സാധ്യത ഉണ്ടാവുന്ന മറ്റൊരു പ്രദേശം കൂടിയാണ് നമ്മുടെ ഈ കരിമണൽ ഏരിയ. ഓക്കെ, കരിമണലിൽ തന്നെയുള്ള ഒരു കലിങ്കാണിത്. ഈ ഒരു പ്രദേശം ഫുള്ളും പണ്ട് നെൽപ്പാടമായിരുന്നു. സോ നെൽപ്പാടത്തിലേക്കുള്ള വെള്ളം സപ്ലൈ ചെയ്തിരുന്നത് ഈ ഒരു കലിങ്കിലൂടെയായിരുന്നു. സോ അതും ഇന്ന് അടഞ്ഞ അവസ്ഥയിലാണ്. സോ അതുകൊണ്ട് തന്നെ വെള്ളം വന്ന് തിങ്ങി നിറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോകാനുള്ള ഒരു സ്പേസ് പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ജലസേചനത്തിനായി ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് നമ്മുടെ തെറ്റിയാറിനെ തന്നെയാണ്. ആ ഒരു തെറ്റിയാറിൻ്റെ ഇന്നത്തെ അവസ്ഥ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം മലിനപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. സോ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ച ഓരോ പ്രദേശങ്ങൾ ഇനിയൊരു മഴക്കാലം വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ വെള്ളപ്പൊക്ക ഭീഷണി സാധ്യതയുള്ള പ്രദേശങ്ങൾ തന്നെയാണെന്ന് തന്നെ എടുത്തു പറയാം. ഓക്കെ, ഇത് എൻ്റെ ഒരു ചെറിയ പഠനം മാത്രമാണ്. അരശുമൂട് മുതൽ കുഴിവിള വരെയുള്ള